Hello guys, welcome back to my YouTube channel. I am back with yet another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് അമ്മ വീട്. അപ്പോൾ എന്തായാലും രാവിലെ എണീക്കുമ്പം സാധാരണ ഇപ്പോഴും വീട്ടിലാണെങ്കിൽ താമസിക്കും. ഇന്ന് അവിടെ 8:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം ടൗണിൽ പോയിട്ട് വന്നപ്പം ഇവരെല്ലാം പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ മാത്രം പോയില്ല, എനിക്കൊരു കിൻഡർ ജോയും കിട്ടി. അപ്പോൾ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല ചൂടായതുകൊണ്ട് എപ്പോഴും ഫാൻ വേണം. അപ്പോൾ മമ്മി സൈഡിലൂടെ സീരിയലൊക്കെ കാണുന്നുണ്ട്. ഈ രണ്ട് കുരിപ്പുകളും സൈഡിലൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവരാണ് അവിടെ പോയാലുള്ള മെയിൻ എൻ്റർടൈൻമെൻറ്റ്. സമയം പോകുന്ന അറിയത്തില്ല, ബോറടിക്കില്ല. ക്യാമറ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഓടിപ്പോകുന്നതാണ്. പക്ഷെ രണ്ടുപേരും വന്ന് ഹായും ന്യൂവൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അല്ലാത്ത സമയം ക്യാമറ നോക്കിയാൽ രണ്ടുപേരും കൂടെ കണ്ടം വഴി ഓടും. അപ്പോൾ എന്തോ അവിടെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. അതൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി ആക്ച്വലി. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഒരു ഉറക്കം പാസ്സാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം TV കണ്ടു. പിന്നെ ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഭയങ്കര മടിയാണ്. പിന്നെ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ കളിക്കുക, TV കാണുക, ഇത് തന്നെ കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇനി കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് പോകണം. പിന്നെ ഏത് കോഴ്സ് എടുക്കും എന്നുള്ളത് ആലോചിച്ച് തല പുണ്ണാക്കുന്നതാണ് അടുത്ത പണി. അപ്പോൾ എന്തായാലും ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളതെന്നുള്ളതാണ്. മെഡിക്കൽ ഫീൽഡ് ആദ്യം നോക്കുന്നുണ്ടായിരുന്നു, നഴ്സിംഗ്. പക്ഷേ വേണ്ടാന്ന് തന്നെ വീണ്ടും തീരുമാനിച്ചു. എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ കാര്യമല്ലാന്ന്. ആദ്യം എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഡിഗ്രി എടുക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് അല്ല, അത് തന്നെ ഏത് വിഷയമാണെന്ന് ഞാൻ കുറച്ച് സബ്ജക്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും കൺഫ്യൂഷനാണ്. ഓക്കെ, എനിവേ ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടേ ഞാൻ പോവും. കുറച്ച് പേരെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി എടുക്കുന്നതല്ലേ പറഞ്ഞത്. പിന്നെ ഇപ്പം ഡിസിഷൻ മാറ്റാൻ കാരണം എന്താണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഉറപ്പില്ല എനിക്ക് എന്താ എടുക്കേണ്ടത്, എൻ്റെ പാഷൻ എനിക്ക് അങ്ങനെ ഒന്നും അറിയുന്നില്ല. സോ ദാറ്റ്സ് വൈ ഇങ്ങനെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു. പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ പസിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷവർമയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. കുൽഫി അപ്പം കഴിച്ചല്ല, പിറ്റേ ദിവസം കണ്ട് കഴിച്ചാണ്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു, മോഹിനിയാട്ടം. പള്ളിച്ചട്ടമ്പി, മോഹിനിയാട്ടം, വാഴ 2 ഇതൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ലൈഫ് അപ്ഡേറ്റ്സ്. ഇതുവരെ ഞാനൊരു കോഴ്സ് തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. കാരണം ക്ലാരിറ്റി ഉള്ളതാണ് നല്ലത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരടങ്ങും. അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യുന്നില്ല. ഒരു ഡിഗ്രിയാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ എന്തായാലും +2 ലാബ് പ്രാക്ടിക്കലും ഓൾ അബൌട്ട് +2 എന്നുള്ളൊരു വീഡിയോയും നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെക്കേഷൻ്റെ ഫസ്റ്റ് ടൈമുള്ള വീഡിയോയിൽ കുറച്ച് +1 സ്റ്റുഡൻസ്, അപ്കമിങ് +2 സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേപ്പറിലൊക്കെ എഴുതി വെച്ചാണ്. ആ പേപ്പറും കാണാതെ പോയി. എനിക്ക് ആ സമയത്ത് ജലദോഷമൊക്കെ ആയിട്ട് ഒച്ച ഒരുപാട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും അങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് നല്ലപോലെ കേൾക്കാൻ പോലും പറ്റില്ല. സോ ഞാൻ അങ്ങനെ പറഞ്ഞത് നീട്ടി വെച്ച് ഇത്രയും സമയമായി. 3-4 ആഴ്ചയ്ക്ക് മുമ്പ് പ്ലാൻ ചെയ്ത സംഭവമാണ്. അപ്പോൾ എന്തായാലും ഉടനെ ചെയ്യാം. അടുത്തായിട്ട് വരൂ കേട്ടോ, ഉറപ്പായിട്ടും ഇട്ടിരിക്കും. ആൻഡ് ഇതൊക്കെയായിരുന്നു എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തൊരു വീഡിയോ ആണ് +2 ലാബ് പ്രാക്ടിക്കൽ വീഡിയോ. അത് ഈ +2ൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ തന്നെ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാബ് പ്രാക്ടിക്കൽ ഓൾ അബൌട്ട് +2 അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടണമെന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഉടനെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ എന്തായാലും ലൈഫ് ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ശൈലേന്ദ്ര ബാബു IPS എന്ന് പറഞ്ഞ ആ സാറിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു. എനഫ് യൂസ്ഫുൾ. ഒരുപാട് പേരുടെ ലൈഫ് എക്സ്പീരിയൻസസ്, സിവിൽ സർവീസ്, പിന്നെ അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൽ ജോലി കിട്ടിയുള്ള ബെനിഫിറ്റ്സ്, അങ്ങനെയൊക്കെയാണ് ഈ ദിവസങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.